ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു 24 ട്രാവൽ. 24 ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വിഷുവിൻ്റെ ആഘോഷങ്ങളൊക്കെ തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ചേന്നാമംഗലത്ത്, അതായത് പറവൂരിൻ്റെ പൊതു അഹങ്കാരമായിട്ട് മാറ്റച്ചന്തയിലേക്കാണ് വന്നേക്കുന്നത് കേട്ടോ. നമ്മൾ അതായത് വിഷുവിൻ്റെ ഭാഗമായിട്ട് അവിടെ നടത്തുന്ന ഒരു പരിപാടിയാണ് മാറ്റച്ചന്ത. പണ്ടത്തെ ബാർട്ടർ സിസ്റ്റമാണ്. അതിപ്പോൾ ഇല്ല എങ്കിൽ പോലും അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ പൈസ കൊടുത്തിട്ട് പിന്നെ സാധനങ്ങളൊക്കെ മേടിക്കുക. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പണ്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് എന്ത് കൊടുത്തിട്ടും വേറെ പകരം അവിടെ നിന്ന് സാധനങ്ങൾ മേടിക്കാം. അപ്പോൾ നമ്മൾ കയറിയപ്പോൾ തന്നെ ഒരു കൂപ്പൺ ഉണ്ടായിരുന്നു കേട്ടോ. നറുക്കെടുപ്പുണ്ട്. 10 മണിയാണ് ടൈം പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കൂപ്പൺ എടുത്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയത്. പാസ്സൊക്കെ ഫ്രീ ആണ്, ഇതിൻ്റെയൊക്കെ എൻട്രിയൊക്കെ ഫ്രീ ആണ്. പക്ഷേ എന്നാലും അവിടെ ഒരു കൂപ്പൺ ഉണ്ട്. കൂപ്പൺ എടുക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് മാത്രം എടുത്താൽ മാത്രം മതി കേട്ടോ. നമ്മളപ്പോൾ ഒരു കൂപ്പൺ എടുത്തിട്ടുണ്ട്, 20 രൂപയുള്ള ഒരു കൂപ്പണിന്. അപ്പോൾ അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ അതേ ഇവിടെ കുറേ ബലൂണൊക്കെ പിടിച്ചുകൊണ്ടൊരു ചേട്ടൻ നിൽക്കുന്നുണ്ട് കേട്ടോ. അതിനാണെങ്കിൽ വെറും 50 രൂപയുള്ള ഒരെണ്ണത്തിന്. അപ്പോൾ അതേ അങ്ങനെ പഴയ കാല കറിച്ചട്ടികൾ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇപ്പോൾ പുതിയ മോഡലിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ അപ്പോൾ നമ്മളകത്തേക്ക് കയറിയിട്ടോ. നല്ല തിരക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മൾ വീണ്ടും കൂടി കുറച്ചും കൂടിയും അകത്തേക്ക് കയറിയിട്ടോ. അപ്പോൾ അത് 2 സൈഡിലായിട്ട്, അതായത് 3 ലൈനുകളിലായിട്ടാണ് നമ്മൾ ഈ സ്റ്റാളുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കണം കേട്ടോ അവർ. അപ്പോൾ നമ്മളാദ്യം തന്നെ ഒരു റിങ്ങിൻ്റെ ഒരു സംഭവം നമ്മളൊരു ഗെയിം എടുത്തായിരുന്നു. അത് 5 റിങ്ങാണ്. 5 റിങ്ങിന് 40 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ 1-2 സ്ഥലത്ത് കളിച്ചിട്ട് നമുക്ക് അതിൽ നിന്ന് പ്രൈസൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ റിങ് എറിഞ്ഞ് കഴിഞ്ഞിട്ട് ഏതിലാണോ വീണേ അത് നമുക്ക് കിട്ടും. അങ്ങനെ 1-2 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത്, പക്ഷേ മൊത്തത്തിൽ പണി പാളിപ്പോയി. 5 റിങ്ങും ഒന്നിൽ വീണില്ല. ജസ്റ്റ് ഒരെണ്ണത്തിൽ വീണ് കവറായിട്ട് ഇങ്ങനെ ഇരുന്നുള്ളൂ. മൊത്തമായിട്ട് കവർ ചെയ്ത് വീണോർന്നുണ്ട് താഴെ. അപ്പോൾ അത് ഫ്ലോപ്പായിപ്പോയി. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ ഉണക്കമീനൊക്കെ പള്ളത്തി അതുപോലെ സാധനങ്ങളൊക്കെ ഉണക്കി വെച്ചിട്ടുണ്ട്. ഞാൻ വേറൊരു സ്ഥലത്തും കണ്ടിട്ടില്ല അങ്ങനെ അത്രയ്ക്കും നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കിട്ടുന്ന അതുപോലത്തെ മീനുകളൊക്കെ ഉണക്കി വെച്ചിട്ട്. പിന്നെ കുറേ ഏരിയയിൽ ഇങ്ങനെ ഫ്ലവർ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളത് കഴിഞ്ഞ് കുറേ നടന്നിട്ടോ. ഭയങ്കര അപ്പോഴേക്കും നല്ല തിരക്കായി. അത് കഴിഞ്ഞ് ഞങ്ങളൊരു ജ്യൂസൊക്കെ കുടിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ബജ്ജി കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ബജ്ജി കഴിച്ചു. അങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് നമ്മളൊരു ബോർഡ് കണ്ടിട്ടാ. അപ്പോൾ ആ സ്റ്റാളിലേക്ക് പോകാൻ വേണ്ടി നമ്മളങ്ങനെ പോണ വഴിക്ക് വേറെ കുറേ സ്റ്റാളുകൾ ഇങ്ങനെ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. ബജ്ജിയുടെ ടേസ്റ്റ് എന്ന് പറയാനായിട്ട് അപാര ടേസ്റ്റായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ചൂടും ഉണ്ടായിരുന്ന കാരണം നല്ല ഫ്രഷായിട്ട് ആൾ എടുത്ത് തന്നതാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ ഈ ബജ്ജി കഴിക്കുമ്പോൾ കുറച്ച് മോശമായിരിക്കുള്ളൂ പറഞ്ഞു. അപ്പം അങ്ങനെ നമ്മൾ ആ ബോർഡ് കണ്ട കടയിലേക്ക് പോണ വഴിയിൽ കണ്ട കാഴ്ചകൾ കണ്ടതൊക്കെ ആ വുഡിലൊക്കെ ചെയ്ത് വെച്ചാൽ മനോഹരമായ സംഭവങ്ങളാണ് കൊത്തി വെച്ചേക്കണം കേട്ടോ, വുഡിലൊക്കെ. അങ്ങനെ നമ്മൾ ആ ഷോപ്പിലേക്ക് പോണ സമയത്ത് നമ്മൾ നല്ല നാടൻ മാങ്ങകളൊക്കെ കണ്ടിട്ടാ. നല്ല സ്മെല്ല് ഉണ്ടായിരുന്നു. ഈ സ്റ്റാളിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുമ്പോൾ തന്നെ നല്ല പഴുത്ത മാങ്ങയുടെ സ്മെല്ല്. അങ്ങനെ നമ്മൾ മേടിക്കാൻ പോണ ഒരു മാങ്ങ നമ്മൾ സാമ്പിളൊക്കെ നോക്കിയായിരുന്നു കേട്ടോ. പക്ഷേ അത് നമ്മൾ മേടിച്ചില്ല. അതിന് കുറച്ച് ചവർപ്പൊക്കെ ഉണ്ടായാലും അത് മേടിച്ചില്ല. നമ്മൾ നല്ല മൂവാണ്ട് മാങ്ങ മേടിച്ച് 1 കിലോ മേടിച്ചോളൂ കേട്ടോ. പ്രൈസൊക്കെ വളരെ കുറവായിരുന്നു. അത് കഴിഞ്ഞതേ നമ്മൾ ആ ബോർഡ് കണ്ട കടയിലേക്ക് വന്നിട്ടാണ്. ബോർഡ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്ന്. ഏതെടുത്താലും 100 രൂപയായിരുന്നു. അപ്പോൾ അത് നമ്മളൊരു കുറേ നാളെ ഇത് മേടിക്കണമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മളിത് മേടിച്ച സംഭവമാണ് നമ്മുടെ കയ്യിലിരിക്കണം കേട്ടോ. ഇത് നമ്മുടെ വിഷുവിൻ്റെ പർച്ചേസ് കാര്യങ്ങളൊക്കെ എന്തായാലും കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ കാണുമ്പോൾ ഓക്കെ, ബൈ.